വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഭീകരവാദികൾക്ക് മതമില്ല എന്ന് പറയുകയും അതേസമയം ഭീകരവാദികളിൽ നിന്ന് അവിടെയുള്ള ഹിന്ദുക്കളെ രക്ഷിക്കാനായിട്ട് ഓടി വന്ന കശ്മീരികളുടെ മതം പറഞ്ഞ് അവരെ പാടിപ്പുകഴ്ത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഭീകരവാദികൾക്ക് മതമില്ല എന്ന് പറഞ്ഞ് എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് 14 ലോക്കൽ കശ്മീരികളെ പാകിസ്ഥാൻ ടെററിസ്റ്റുകൾക്ക് പഹൽഗാം അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്ത 14 ലോക്കൽ കശ്മീരി ടെററിസ്റ്റുകളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. പോരാത്തതിന് 1500 കശ്മീരികളെ പ്രാഥമികമായിട്ട് അവർ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വരുന്നു. ഈ ഭീകരവാദം നടന്ന ആ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ 14 ലോക്കൽ കശ്മീരികൾ മുഹമ്മദ് ആദിൽ റഹ്മാൻ ദന്തു, മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, മുഹമ്മദ് അഹ്സാൻ, മുഹമ്മദ് ഹാരിസ്, മുഹമ്മദ് അമീർ, മുഹമ്മദ് യവാർ, മുഹമ്മദ് ആസിഫ്, മുഹമ്മദ് നസീർ, മുഹമ്മദ് ഷഹീദ്, മുഹമ്മദ് അമീർ, മുഹമ്മദ് അദ്നാൻ, മുഹമ്മദ് സുബൈർ, മുഹമ്മദ് ഹാറൂൺ, മുഹമ്മദ് സാക്കിർ അഹമ്മദ് എന്നിവരാണ് എന്നുള്ളത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തു. ആ വീഡിയോ വളരെ വൈറലായിരുന്നു. ആ വൈറൽ വീഡിയോ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്താണ്. ഇതിന്റെ പ്രേക്ഷകരൊക്കെ അത് കണ്ടു കാണും. ഇതാണ് ആ വീഡിയോ. അതായത് ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു കശ്മീരി, ഋഷഭ് എന്ന് പറയുന്ന കശ്മീരിലെ ഒരു അവിടെയുള്ള ഒരു ടൂറിസ്റ്റിനെ ആ സിപ്പ് ലൈനിലേക്ക് കയറ്റി വിടുന്നതാണ്. ഈ സിപ്പ് ലൈനിലോട്ട് ഈ ഋഷഭിനെ കയറ്റി വിടുമ്പോൾ വെടിയൊച്ച കേൾക്കുന്നുണ്ട്. ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ ഇയാൾ 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ് ഈ വീഡിയോ. ഇയാളെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പൊ ചോദ്യം ചെയ്യുകയാണ്. ഋഷഭ് പറയുന്നത് വെടിയൊച്ച ഇയാൾ നേരത്തെ കേട്ട് കഴിഞ്ഞ ശേഷം ഇയാൾ 3 തവണ അല്ലാഹു അക്ബർ പറഞ്ഞ് എന്നെ അത് കയറ്റി വിടുകയാണ്. എനിക്ക് സന്ദർഭം എന്താണെന്ന് മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. ഇതാണ് ആ വീഡിയോ. 3 തവണ അത് പറഞ്ഞിട്ട് ഇയാൾ ആ സിപ്പ് ലൈനിൽ കയറ്റി വിടുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോ കശ്മീരികൾ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണ് എന്നൊന്നും നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് പറയുന്നത് ശരിയുമല്ല. പക്ഷേ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കശ്മീരികളെ കൂടെ നമുക്ക് വെളുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വെളുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു നരേഷൻ കൂടിയുണ്ട്. അത് പാകിസ്ഥാൻ പോലും പറയാത്തൊരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ, ഈ രാജ്യത്തിരുന്ന് പലരും പറയുന്നത്. അത് കുറ്റം ചെയ്തവരാരായാലും അവരെ ശിക്ഷിച്ചാൽ പോലെ എന്തിനാണ് ഒരു ജനതയെ മുഴുവൻ നമ്മൾ ദുരിതത്തിലാഴ്ത്തുന്നത്? അതായത് പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കേണ്ടതുണ്ടോ? ഈ കുറ്റം ചെയ്തവരെ, അതായത് 3-4 ഈ ഭീകരന്മാരെ കൊന്നു കഴിഞ്ഞാൽ പോരെ, സംഭവം തീർന്നില്ലേ എന്നാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറയുന്നു. പിന്നെ 175 കാശ്മീരികൾ പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം അത് 1500 പേരെ അത് കസ്റ്റഡിയിലെടുത്ത്. ഇപ്പോൾ ഈ കാശ്മീരിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, വീടുകൾ തകർത്ത് കളയുന്നുണ്ട്. അതിനെതിരെ ഇപ്പൊ കാശ്മീരിന്റെ പ്രാദേശിക ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് വീടുകൾ തകർക്കാൻ പാടില്ല. ഇപ്പൊ വീടുകൾ തകർക്കുന്ന സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു കാലത്തും ഇത്തരം വീടുകളിലൊന്നും കയറി റെയ്ഡ് കാശ്മീരിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം. ഇതാണ് ഭീകരവാദികൾക്ക് കുറച്ചുകൂടി ബലം പറയുന്നത്. കാരണം അവർക്ക് ഫുഡും വെള്ളവും ഒക്കെ, ഇന്നലത്തെ നമ്മൾ കേട്ട വാർത്ത, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്ന ഈ ഭീകരന്മാര് ഏതോ ഒരു വീട്ടിൽ കയറി ചെന്ന് തോക്ക് കാണിച്ച് ഭക്ഷണം വാങ്ങി കാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ ഗ്രാമീണരുടെ സഹായമുണ്ട്. ഇത് 2 തരം സഹായങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സഹായം വാങ്ങല്. ഈ തോക്കുമായിട്ട് ഇരച്ചു കയറി നിങ്ങളെ കൊന്നുകളയും, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ സൗകര്യം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതി അത്. മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണം നൽകുക. ഇപ്പൊ നമുക്കറിയാം, കാശ്മീരിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് അവർ വെറും സാധാരണ പാവപ്പെട്ടവരുടെ പോലെ അല്ല. അവര് അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ കൊന്നു കൊലവിളിക്കാണ് ഈ ടൂറിസ്റ്റുകളെ. ഒരു ഓട്ടോറിക്ഷയിലോട്ട് കാലെടുത്ത് വെച്ചാൽ 100 രൂപയാണ്. എല്ലാത്തിനും അമിത ചാർജ് തന്നെയാണ് അവിടെ. ഹോട്ടൽസ് ആയാലും ഫുഡ് ആയാലും എല്ലാത്തിലും ഈടാക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകും, മാക്സിമം അറുത്ത് മേടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർക്കെന്ന് മനസ്സിലാകും. അങ്ങനെ അറുത്ത് മേടിക്കുന്ന ഒരാൾക്ക് നീ ഇങ്ങനെ ഒരു സാധനം ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് 25,000 രൂപ തരാന്ന് പറഞ്ഞാൽ കണ്ണു മഞ്ഞളിച്ച് പോയില്ലേ? മനസാക്ഷി ഇല്ലാത്തവരായതുകൊണ്ടാണല്ലോ ഒരു ചെറിയ യാത്രയ്ക്ക് പോലും 100 രൂപയും, ഇല്ലെങ്കിൽ ഒരു കുതിര സവാരിക്ക് പോലും 2000-3000. ഞാൻ അറിഞ്ഞ മറ്റൊരു വാർത്ത, ഈ ബൽഗാമിൽ ഈ ഭീകരവാദം നടന്നതിന് ശേഷം ഒരു കുഞ്ഞിനെ ഒരു അമ്മ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കുതിരക്കാരനെ ഏൽപ്പിക്കുമ്പോൾ ആ കുതിരക്കാരൻ ആ അമ്മയോട് ചോദിച്ചത് 4000 രൂപയാണ്. 4000 രൂപ തരാമെങ്കിൽ നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാം. അതാണ് കാശ്മീരി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഒലിപ്പിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. മനസാക്ഷിയൊന്നും ഇല്ല അവർക്ക്. അപ്പൊ അവിടെ കാശ്മീരിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, കാശ്മീർ കേരളത്തിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവിടെ കൊന്നു കൊലവിളിച്ചല്ലേ റേറ്റ് മേടിക്കുന്നത്. ഒരു മനസാക്ഷിയുള്ളവർ അങ്ങനെ ചെയ്യും. കേരളത്തിൽ പോലും അങ്ങനെ ചെയ്യാറുള്ളത്.
അപ്പൊ അങ്ങനെ ചെയ്യുന്നവരടുത്ത് ഭീകരവാദികൾ പറയുകയാണ് നിനക്ക് ഒരു 10,000 രൂപ തരാം, വലിയ തുകയൊന്നും കൊടുക്കണ്ട, ഒരു 5,000 10,000 ഒക്കെ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ എന്തും ചെയ്യാൻ തയ്യാറാകും. കാരണം അവന് വേണ്ടത് അവന്റെ ആ ഒരു മതസ്നേഹവും ഇല്ലെങ്കിൽ പാകിസ്ഥാനുള്ള സ്നേഹവും, പിന്നെ അവന് നന്നായിട്ട് നിഷ്ഠാനം ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രതിഷേധവുമായി എത്തിയതിന്റെ പിന്നിൽ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഒറ്റപ്പെട്ടു പോകുമെന്നും പഴയതുപോലെ അല്ല എന്നും ഒരു രാജ്യം മുഴുവൻ കയറി കാശ്മീരിനെ അറ്റാക്ക് ചെയ്യുമെന്നും അവർ ഭയന്നു പോയി. അവിടെയാണ് അവർക്ക് പറ്റിപ്പോയ പാളിച്ച. അതുകൊണ്ടാണ് അവർ ഭയന്നിട്ടാണ് പെട്ടെന്ന് ഒരു പ്രകടനമായിട്ട് രംഗത്തെത്തേണ്ടി വന്നൊരു സാഹചര്യം. അതാണ് ഞങ്ങളല്ല അങ്ങനെ ഉണ്ടല്ലോ, ഞാനല്ല എന്ന് പറഞ്ഞ് ഫ്രണ്ടോട്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് അവർ പെട്ടെന്ന് മാറ്റിപ്പോയി. കാരണം അവർ പ്രതിരോധത്തിലായിപ്പോയി പെട്ടെന്ന്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ സൈന്യം ആരംഭിച്ച റെയ്ഡുകൾ, അതിപ്പോഴും ആ റെയ്ഡുകൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ഒരു പാനിക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വെള്ള പൂശാൻ നിൽക്കുന്നവർ പല കഥകളും പറയുന്നുണ്ട്, അവരങ്ങനെ ആയിരുന്നു ഇവരങ്ങനെ ആയിരുന്നു എന്നൊക്കെ. ഇപ്പൊ ഈ പുറത്തുനിന്ന് പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണ് അതിലെ 3 ഭീകരർ എന്ന് പറയുമ്പോൾ, ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് റൂട്ടും മാപ്പും അടക്കം ഇവിടെ എത്തിക്കാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അതൊരു വലിയ ചോദ്യമല്ലേ. അപ്പം അതെ. ഇവര് ഈ കാട്ടിനുള്ളിൽ സ്വൈര വിഹാരം നടത്തുന്നത് എങ്ങനെയാണ്? ഫുഡും മറ്റും കഴിച്ച് ഇപ്പൊ 6 ദിവസം കഴിയുന്നത് സംഭവം നടന്നത്, 7ാമത് ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരാഴ്ചയൊക്കെ അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും സഹായം ഉണ്ടാകണം. ഫുഡ് വേണ്ടേ മനുഷ്യന്, വെള്ളം വേണ്ടേ മനുഷ്യന്? അതായത് ഇതൊന്നും ഇല്ലാതെ ചുമ്മാതെ തേരാപ്പാരം നടക്കാൻ പറ്റും ഇല്ല. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ അവിടെ ഉണ്ട് ഒരു വിഭാഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അല്ലാതെ ഈ പുറത്തുനിന്ന് ഭീകരന. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്ന കാര്യം എന്താ, ആക്രമിച്ചവരെ ഞങ്ങൾക്ക് കൊന്നേക്കൂ, ഞങ്ങൾക്ക് വിരോധമില്ല. ഇവരുടെ വിരോധം അല്ലെങ്കിൽ അനുകൂല കാര്യം ഇവിടെ നോക്കുന്നൊന്നുമില്ല. രാജ്യത്തിനെതിരെ നടന്ന അക്രമം ഒരു രാജ്യം തന്നെയാണ് ചെയ്തത്. എന്തിനാണ് മറ്റുള്ളവരെ വെള്ളം കുടി മുട്ടിക്കുന്നത്? മറ്റുള്ളവരെ എന്തിന് വേദനിപ്പിക്കണം? മറ്റുള്ളവരെ എന്തിന് കൊല്ലണം? ഇതൊന്നും വേറൊരു രാജ്യത്തും നടക്കുന്നില്ല. ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമിക്കുമ്പോൾ ഈ ന്യായം പറയാറില്ല. പകരം ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുമ്പോൾ ഇതേ എരവാദം തന്നെ ഉയർത്താറുണ്ട്. പലയിടത്തും ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇന്ത്യ അതൊന്നും കേൾക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇപ്പോഴും ഈ കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ കുറഞ്ഞു, പൂർണ്ണമായി തീർന്നു എന്ന് കേന്ദ്ര സർക്കാർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ലാൽ ചൗക്ക് അടക്കം ശ്രീനഗർ അടക്കമുള്ള ഇടത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാശ്മീരി യുവാക്കൾ ഇപ്പോൾ ഈ ഭീകരതയിലേക്ക് പോകുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ലാതായിട്ടൊന്നും പറഞ്ഞില്ല, അവര് പോകുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ ചെറിയ ശതമാനം മാത്രമാണ് പോകുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പൊ പുറത്തു നിന്ന് ഉള്ള ഭീകരരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട് പാകിസ്ഥാന് അനുകൂലമായി സംസാരിക്കുന്നവരുടെ ബൈറ്റുകളൊക്കെ ഇപ്പൊ പുറത്തു വന്നില്ലേ, വഴിയോര കച്ചവടക്കാരുടെയൊക്കെ അതെ അതിനകത്ത് അതെ അതെ. ബൈറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ വല്ലാതെ വെളുപ്പിക്കാൻ നിൽക്കരുത്. വല്ലാതൊക്കെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഉള്ള കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരുന്നത്. രാജ്യം ഒരു പ്രതിസന്ധി നിൽക്കുമ്പോ അതിലെന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ ആരും ഈ കാശ്മീരികളെ ഒറ്റപ്പെടുത്താനോ ഇല്ലെങ്കിൽ ഒന്നും ചേർത്ത് നിർത്താൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും ജനങ്ങളും നിൽക്കുന്നത്. അപ്പൊ അവിടെ കിടന്നൊന്നും വല്ലാതെ വെളുപ്പിക്കരുത്. അതായത് ഭീകരന്മാരെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീകരന്മാരെ നേരിട്ട് ഇപ്പൊ വെളുപ്പിക്കാൻ പറ്റില്ല, പകരം ഇവരെ വെളുപ്പിക്കുന്നതിലൂടെ ഭീകരന്മാരെ വെളുപ്പിക്കുക. അതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാൻ ആ പണി ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നാണ്. ഏതായാലും ഇതാണ് ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഈ കാശ്മീരിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കാശ്മീരിലെ ബഹുഭൂരിപക്ഷം ജനവും ഭീകരവാദത്തിന് അനുകൂലരല്ല. കാരണം അവരിപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. അവർ ഒരുപാട് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളടക്കം പഠിക്കുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകൾ, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ നരേന്ദ്രമോദിയുടെ സ്കീമുകൾ അനുസരിച്ച് തന്നെയാണ് കിട്ടുന്നത്. ഇതിനൊന്നും മുമ്പ് അത് കിട്ടിയിട്ടില്ല. എന്തിനേറെ പറയുന്നത്, ശ്രീനഗറിലെ ഫുട്ബോൾ ഗ്രൗണ്ട് അടച്ചിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞതാണ്. ആ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അവിടെ ഈ ഫുട്ബോളിന്റെ IPL നടക്കുകയുണ്ടായി. അപ്പം ഫുട്ബോൾ ലീഗ് മത്സരം അവിടെ നടക്കുകയാണ്. കാരണം ഫുട്ബോൾ കാശ്മീരികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു വിനോദം കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കായ സംസ്ഥാനം മാറുമ്പോൾ അതിനെ തുരങ്കം വെക്കുക, അതിനെ തുരങ്കം വെക്കാൻ കൂട്ടുനിൽക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ രാജ്യത്തിരുന്ന് തന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഈ രാജ്യത്തിന്റെ മണ്ണും ഭക്ഷണവും ഒക്കെയാണ്. അത് കഴിച്ചിട്ട് നാളെ ഈ രാജ്യം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ എവിടെ പോയിരുന്നിട്ട് ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കും? പോകാൻ എവിടെയാണ് ഇവർക്ക് ഇടമുള്ളത്? മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ വേറെ മറ്റു മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കത്തില്ല. നമ്മൾ കാണുന്നതാണ്, റോഹിംഗ്യകളെ ഒരാളും അടുപ്പിക്കാറില്ല. പാകിസ്ഥാനികൾ ഉള്ള സ്ഥലത്ത് നാട്ടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്, സൗദിയിൽ നിന്നടക്കം. എങ്ങോട്ട് അടുപ്പിക്കും? അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പൊതുവെ, ഞാൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ല ഞാൻ പറയുന്നത്, ഇന്ത്യക്കാർക്ക് പോകാൻ വേറെ ഇടമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഹിന്ദുക്കൾക്ക് ഒട്ടുമില്ല, ഇന്ത്യക്കാർക്ക് പോകാൻ ഇടമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഏത് രാജ്യം സ്വീകരിക്കുമെന്നാണ് പറയുന്നത്? ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങും പോകാനുണ്ട്. അപ്പൊ എന്ത് പറ്റണം? അപ്പൊ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിന്റെ സുരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുകയും, നമ്മുടേതാണ് ഈ രാജ്യം, അതിനെ സുരക്ഷിതമാക്കി നിർത്തണം. അതിനെതിരെ ആരെങ്കിലും അറ്റാക്ക് വന്നാലോ അതിനെ കുതരംഗം വെക്കാൻ വന്നാലോ അവനെ ഇല്ലാതാക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് ഓരോ പൗരനും ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത്. പകരം ഇവിടെ നിന്ന് അതെ. കുത്തിത്തിരിപ്പുണ്ടായിട്ട് ഈ രാജ്യം എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, കാഫറുകളുടെ രാഷ്ട്രമാണ്, ഇതെങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, നശിച്ചു പോയതിനു ശേഷം എന്താണ്?
അതാണ് ആലോചിക്കേണ്ടത്. ഇനി ഈ ഭീകരന്മാർ ഭരണം പിടിച്ചിട്ടുള്ള ഏതെങ്കിലും രാജ്യത്ത് അവർ ഭരണം നടത്തുന്നുണ്ടോ ഇപ്പൊ? ഇല്ല. ഉം. കാരണം അങ്ങനെ നടത്താൻ ഒരു കൂട്ടർക്ക് കഴിയുകയുമില്ല ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ നമ്മൾ വല്ലാതെ വെള്ളം വീശുമ്പോൾ കഥ മെനയുമ്പോൾ ഈ കഥയ്ക്ക് ഒരു മറുവശമുണ്ടെന്നും അത് തെളിവുകളായി പുറത്തു വരുമെന്നും കൂടി അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. നമ്മളെ പിന്നെ ഈ ഓക്കെ. ഒരാളെ വെള്ളം വീശുന്ന ശ്രമിക്കുമ്പോൾ പിന്നെയും നമുക്ക് പെയിന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഈ യഥാർത്ഥത്തിൽ അവിടെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്തവർ ഭീകരവാദികളെ അവർ ക്യാച്ച് ചെയ്തിട്ടുണ്ട് റീൽസിനകത്ത്. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ ഇതുപോലും അറിയാതെയാണ് ഈ അള്ളാഹു അക്ബർ വിളിച്ച് അയാളെ ഈ വെടിവെക്കുന്ന കൃത്യസമയത്ത് അത് കയറ്റി വിടുന്നത്. അതിനിടയിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. ഈ കശ്മീരിൽ നടക്കുന്ന ഈ ആൾക്കാർ ഇവിടെ വലിയ രീതിയിൽ കോൺഗ്രസ് അടക്കം ന്യായീകരിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കോൺഗ്രസിന്റെ ട്വീറ്റ് ഒക്കെ എടുത്ത് ആയുധമാക്കുന്നുണ്ട്. അതാ കണ്ടോ അവരുടെ രാജ്യത്തുള്ള ആൾക്കാർ പറയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയുധമാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെളുപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഭീകരവാദത്തിന് മതമില്ല, അങ്ങോട്ട് നോക്കൂ, കണ്ടോ കശ്മീരി മുസ്ലിങ്ങൾ കാണിക്കുന്നത് കണ്ടോ, അവരുടെ സ്നേഹം കണ്ടോ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഈ വിഭാഗമാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരുമല്ല എങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭീകരവാദത്തിന് മതമില്ല, എന്താണ് നിങ്ങൾ ഈ മുസ്ലിങ്ങളെ മുഴുവൻ ഈ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നത് എന്ന് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന് ശേഷം അവിടെ അമേരിക്കയുടെ പ്രതിനിധിയോട് അവിടെ ഒരു മുസ്ലിം സ്ത്രീ തട്ടമിട്ട ഹിജാബ് ധരിച്ചൊരു സ്ത്രീ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ 190 കോടി മുസ്ലിങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾ പറയുന്നു ഭീകരവാദത്തിന് മതമില്ല. നിങ്ങൾ ഒരു 100% ഉണ്ടെങ്കിൽ ഒരു 10% ആൾക്കാരാണ് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നു. ഈ 190 കോടിയിൽ 10% തന്നെ 19 കോടി ആൾക്കാരാണ്. ഈ 19 കോടി ആൾക്കാർ ഭീകരവാദികൾ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഈ 19 കോടിയിൽ തന്നെ വെറും 3 ടെററിസ്റ്റുകൾക്കാണ് അമേരിക്കയെ വെറും 3 മണിക്കൂർ നേരം മുൾമുനയിൽ നിർത്താനായിട്ട് സാധിച്ചത് എന്ന് അവർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭീകരവാദത്തിന് മതമുണ്ട്. ആ മതം പറഞ്ഞ് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പറയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭീകരവാദം വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക, സോഴ്സ് കണ്ടെത്തുക, റൂട്ട് ഔട്ട് ചെയ്തെടുക്കുക. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.